കോട്ടയം കുടമാളൂരിൽ മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥാപനമാണ് സംപ്രീതി. ഭൂമിയിലെ മാലാഖമാർക്കുള്ള ഗേഹം എന്നാണ് സംപ്രീതിക്ക് ഞങ്ങൾ നൽകിയിരിക്കുന്ന സബ് ടൈറ്റിൽ. ആൻ എബോർഡ് ഓഫ് ഏഞ്ചൽസ് ഓൺ എർത്ത്. നിഷ്കളങ്കമായി ജീവിക്കുന്ന 19 മാലാഖമാരാണ് സംപ്രീതിയിലുള്ളത്. ഇവരെല്ലാവരും ബുദ്ധിവികാസം പൂർണ്ണമാകാത്തവരാണ്. അതായത് ഓട്ടിസം, ഡൗൺ സിൻഡ്രോം ഈ അവസ്ഥകളിൽ തങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നവർ. ഇങ്ങനെയുള്ള വ്യക്തികളെ ആയുഷ്കാലം ശുശ്രൂഷിക്കുന്ന, ആയുഷ്കാലം ഇവരുടെ ജീവിതത്തെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഭവനമാണ് സംപ്രീതി. കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് ഉള്ളവരാണ് ഇവിടെയുള്ള 19 പേരും. മാതാപിതാക്കന്മാർ ഇല്ലാത്തവരും സഹോദരങ്ങളില്ലാത്തവരും, ഇനി മാതാപിതാക്കന്മാർ ഉണ്ടെങ്കിൽ തന്നെ നോക്കാനായിട്ടുള്ള സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് ഉള്ളവരുമാണ് സംപ്രീതിയിലുള്ളത്. 18 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികളെയാണ് നമ്മളിവിടെ സംരക്ഷിക്കുക. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഇവരെ നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ്ങിന് വേണ്ടി ഒരു സ്പെഷ്യൽ സ്കൂളിൽ വിടുന്നുണ്ട്. കോട്ടയത്ത് വികാസ് വിദ്യാലയ എന്ന് പറയുന്ന സ്കൂളിലാണ് ഇവർ വർഷങ്ങളായിട്ട് പോവുക. വികാസ് വിദ്യാലയയിൽ ഇവർക്ക് ഇവരുടെ വ്യക്തിപരമായ കഴിവുകളെ കണ്ടെത്തി വളർത്തുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട്. മെഴുകുതിരി നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തവും കൃത്യവുമായ നിർദ്ദേശങ്ങളും പരിശീലനവും ഇവർക്ക് അവിടെ ലഭ്യമാണ്. സംപ്രീതിയിലും ഇവർക്ക് ഇവരുടെ കഴിവുകളെ കണ്ടെത്തുവാനും വികസിപ്പിക്കുവാനുമുള്ള എല്ലാവിധ സാധ്യതകളും ഒരുക്കാറുണ്ട്. നിറങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നത് സംപ്രീതിയിലെ ഈ 19 പേരിൽ ഒരാൾക്ക് മാത്രമാണ്. എങ്കിലും മനോഹരമായ നിറച്ചാർത്തുകളാൽ അലങ്കൃതമായ നല്ലൊരു ആർട്ട് ഗാലറി സംപ്രീതിക്ക് ഇവിടെ സ്വന്തമാണ്. തങ്ങളുടേതായ നിറച്ചാർത്തുകൾ കൊണ്ട് മനോഹരമാക്കിയ ഒരു ആർട്ട് ഗാലറി. ഈ ആർട്ട് ഗാലറി ഒരു 4-5 വർഷത്തെ സംപ്രീതിയുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. നമ്മൾ കൊടുക്കുന്ന ഔട്ട്ലൈനിൽ അവരുടെ മനസ്സിൽ തോന്നുന്ന നിറക്കൂട്ടുകളാണ് അവർ ചാർത്തുക. നിറങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കാത്ത പലരും തങ്ങളുടേതായ നിറച്ചാർത്തുകൾ കൊണ്ട് ആദ്യമേ തുടങ്ങിയ ഈ ചിത്രരചന വർഷങ്ങൾ പിന്നിടുമ്പോൾ എവിടെ ഏത് നിറം കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ ചിലരുടെയെങ്കിലും ഭാവനകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് മനോഹരമായിട്ട് ചെണ്ട കൊട്ടുന്ന ഒരു ചെണ്ട ട്രൂപ്പ് ഉണ്ട് എന്നുള്ളത്. ഇടംബലം തിരിച്ചറിയാൻ സാധിക്കാത്തവരാണ് ഇവരിലെല്ലാവരും. 1, 2, 3 വ്യത്യാസങ്ങളോടെ മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് എല്ലാവരും. ചെണ്ട തോളിടാനായിട്ടുള്ള ആരോഗ്യക്ഷമതയുള്ളവരല്ല. എങ്കിലും തങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ മനോഹരമായിട്ട് ചെണ്ട കൊട്ടുന്നവരാണിവർ. ഇവരുടെ കഴിവുകളിൽ നിന്നുകൊണ്ട് ചെണ്ട കൊട്ടി ഡിസ്ട്രിക്റ്റ് ലെവലിൽ 1ാം സ്ഥാനവും സ്റ്റേറ്റ് ലെവലിൽ 2ാം സ്ഥാനവും സ്പെഷ്യൽ കായിക മേളയിൽ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ക്ഷമയോടെ, സമർപ്പണ മനോഭാവത്തോടെ ഇവരെ ട്രെയിൻ ചെയ്തെടുത്ത ഒരു അധ്യാപകനെ വിസ്മരിക്കാൻ സാധിക്കില്ല. ചെമ്പിളാവ് ഷാജി അല്ലെങ്കിൽ കലാമണ്ഡലം ഷാജി എന്നറിയപ്പെടുന്ന വാദ്യഗുരുവിനെ ഞങ്ങൾ ഏറെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഏറെ വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന ഇവർക്ക് വ്യത്യസ്തതകളിലൂടെയാണ് സംപ്രീതി നിറം നൽകുന്നത്. സംപ്രീതിയിൽ ഉണ്ടായിരുന്നവരും ഇവിടെ നിന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നുപോരുമായ ഏതാനും മാലാഖമാരുണ്ട്, 6 പേർ. തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരായതുകൊണ്ട് അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചാൽ ഇവർക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു മെമ്മോറിയൽ സ്റ്റാച്ചു ഞങ്ങളിവിടെ തീർത്തിട്ടുണ്ട്. ഇരുമ്പിൽ തീർത്ത ഒരു മനോഹരമായ വൃക്ഷം. അതിൽ മാലാഖമാരെ പോലെ ഇവിടെ നിന്ന് മരിച്ചുപോയ 6 പേരെയും ഞങ്ങൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്, അവരുടെ ഓർമ്മ എന്നും സംപ്രീതിയിൽ നിലനിൽക്കുവാൻ വേണ്ടി. അതോടൊപ്പം സംപ്രീതിയിൽ ഉള്ളവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം ഒരു ദുഃഖമായിട്ട് അവരുടെ മനസ്സിൽ മാറാതെ വളരെ മനോഹരമായിട്ട് ഒരു സ്റ്റാച്ചുവായി അതിനെ ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ്. സംപ്രീതിയിലെ 19 പേരും
തങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങളെ ആസ്വദിക്കുന്നവരാണ്. പലപ്പോഴും ഒന്നും ആസ്വദിക്കില്ലാത്തവരാണ് എന്ന് ലോകം മുദ്രകുത്തുന്നുവെങ്കിലും ഇവരോടൊപ്പമായിരിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇവരും ഇവരുടേതായ ലോകത്ത് ആസ്വാദനം ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇവരേറെ ആസ്വദിക്കുന്ന ഒന്നാണ് മത്സ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി മനോഹരമായ ഒരു മത്സ്യക്കുളം ഇവിടെ തീർത്തിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ തീർത്തിരിക്കുന്ന ഈ കുളത്തിൻ്റെ മുകളിലൂടെ ഇവർക്ക് നടക്കാൻ സാധിക്കും. ഏറെ സുരക്ഷിതമായി അഴികളിട്ട് തീർത്തിരിക്കുന്ന ഈ കുളത്തിന് മുകളിലായിരുന്നുകൊണ്ട് ഈ മീനുകൾക്ക് തീറ്റ കൊടുക്കുവാനും അതിനെ നിരീക്ഷിക്കുവാനുമുള്ള അവസരം ഇവർക്കുണ്ട്. അതോടൊപ്പം മീൻ പിടിക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ഇവർക്ക് മീൻകുളത്തിൽ ഇറങ്ങി സ്വയം മീൻ പിടിക്കാനായിട്ടുള്ള മനോഹരമായ ഇവരുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ സന്തോഷം നൽകുന്ന ഒരു അവസരവും സംപ്രീതി ഇവർക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം മീനച്ചിലാറിൻ്റെ തീരത്താണ് സംപ്രീതി സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ പറയുകയുണ്ടായി. മീനച്ചിലാറിനെ വളരെ അടുത്ത് വീക്ഷിക്കുവാനായിട്ട് മനോഹരമായ ഒരു വോക്ക് വേ ഇവർക്ക് വേണ്ടി തീർത്തിട്ടുണ്ട്. മീനച്ചിലാറിനോട് ചേർന്ന് മനോഹരമായ ഒരു ഹട്ടും തീർത്ത് ഇവർക്ക് പകൽ സമയങ്ങളിൽ അവിടെ പോയിരുന്ന് മീനച്ചിലാറിൻ്റെ ശാന്തതയും സൗന്ദര്യവും ആസ്വദിക്കുവാനായിട്ടുള്ള ഒരവസരം ഞങ്ങളിവിടെ ഒരുക്കുന്നുണ്ട്. സംപ്രീതിയിൽ ചെയ്തിരിക്കുന്ന ഓരോ കാര്യവും ഇവരിൽ നിന്ന് തന്നെ കിട്ടിയ ചില ആശയങ്ങളുടെ ക്രോഡീകരണമാണ്. ഇവിടെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ഹൈഡ്രോതെറാപ്പി യൂണിറ്റ് അല്ലെങ്കിൽ ഒരു റെയിൻ ഡാൻസ് യൂണിറ്റ് ഇവർ ആസ്വദിക്കുന്ന 3 കാര്യങ്ങളെ കോർത്തിണക്കിയ ഒരു കാര്യമാണ്. ഇവരേറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് വെള്ളത്തിൽ കളിക്കുക, കുളിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ലൈറ്റും മ്യൂസിക്കും ഇവരുടെ ഇഷ്ട വിഷയങ്ങളാണ്. ഇത് 3ഉം കോർത്തിണക്കിയാണ് ഒരു ഹൈഡ്രോതെറാപ്പി യൂണിറ്റ്. സംപ്രീതിയിലുള്ള എല്ലാവരും 18 വയസ്സിന് മേലിൽ പ്രായമുള്ളവരാണെങ്കിലും ബൗദ്ധികമായിട്ടുള്ള ഇവരുടെ വളർച്ച കൊച്ചുകുട്ടികളുടേതുപോലെയാണ്. കൊച്ചുകുട്ടികൾ ആസ്വദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്കും ആസ്വാദന വിഷയങ്ങളാണ്. പക്ഷിമൃഗാദികളെ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ ഒരു ഫാം ഇവർക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കടന്നു വരുന്ന പലരും ചോദിക്കാറുണ്ട്, ഇവർക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? ഇവരോടൊപ്പം ആയിരുന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇവരേറ്റവും അധികം ആസ്വദിക്കുന്നത് മറ്റുള്ളവരുടെ സാന്നിധ്യമാണ്. കാരണം ഇവർക്ക് ഏറ്റവും അന്യമായിട്ടുള്ളതും ഇവരുടെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ കടന്നു വരുന്ന ഏതൊരു വ്യക്തിയെയും സ്വന്തം മാതാവും പിതാവും സ്വന്തം സഹോദരനും സഹോദരിയുമായി കാണുവാനുള്ള ഒരു വിശാലമായ ഹൃദയം ഇവർക്കുണ്ട്. ഇവരുടെ ബൗദ്ധികമായ വളർച്ച പൂർണ്ണമല്ലെങ്കിലും പൂർണ്ണമായി വികസിച്ച ഒരു ഹൃദയമുള്ളതുകൊണ്ട് എല്ലാവരെയും സ്വന്തം എന്നതുപോലെ കാണുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളത് ഇവരുടെ വലിയൊരു ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. സംപ്രീതിയിലെ എല്ലാവരും ആഘോഷങ്ങളുടെ മനുഷ്യരാണ്. ഇവരുടെ ഒരു വർഷം തന്നെ മുൻപോട്ട് പോകുന്നത് ഏതാനും ആഘോഷങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ഓണവും സ്വാതന്ത്ര്യദിനവും വിഷുവും ക്രിസ്തുമസും ഈസ്റ്ററും ഇങ്ങനെ ദീപാവലിയും ഇങ്ങനെയുള്ള ആഘോഷങ്ങളാണ് ഇവരുടെ ഒരു വർഷത്തെ മുൻപോട്ട് നയിക്കുന്നത്. ഇവരെല്ലാവരുടെയും ജന്മദിനങ്ങൾ സംപ്രീതി വളരെ ആഘോഷമായിട്ട് കൊണ്ടാടാറുണ്ട്. ജന്മദിനങ്ങൾ ഇവർക്ക് ഏറെ സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ്. ഇവരോടൊപ്പം ഏതാനും വർഷങ്ങളായിരുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏറ്റവും അധികം മറ്റുള്ളവരുടെ കരുതലും സാന്ത്വനവും സാമീപ്യവും ആഗ്രഹിക്കുന്നവരാണ് ഭിന്നശേഷി മേഖലയിലുള്ളവർ, പ്രത്യേകിച്ച് ബൗദ്ധികമായ ഭിന്നശേഷി മേഖലയിലുള്ളവർ. വ്യത്യസ്തങ്ങളായ വൈകല്യങ്ങളോടെ സമൂഹത്തിൽ ഉള്ളവർ നിരവധി ഉണ്ടെങ്കിലും സ്വന്തമായ കാര്യങ്ങൾ അവകാശപ്പെടാനോ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനോ സാധിക്കാത്ത ഏക ഗണമെന്ന് പറയുന്നത് ബൗദ്ധികമായ ഭിന്നശേഷി അനുഭവിക്കുന്നവരാണ്. സ്വന്തം കാര്യങ്ങൾ പോലും മറ്റുള്ളവരോട് ചോദിക്കാനോ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടാനോ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനോ സാധിക്കാത്ത ലോകത്തെ ഏക ഗണമെന്ന് പറയുന്നത് ബൗദ്ധിക വെല്ലുവിളി അനുഭവിക്കുന്നവരാണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ നിന്ന് മാറുന്നതിന് മുൻപ് ഇതിൽ ആരെങ്കിലും ഒരാൾ വിശക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന്. പക്ഷെ എനിക്കറിയാം, ആരും പറയില്ല. കാരണം പ്രാഥമികമായ കാര്യങ്ങൾ പോലും തിരിച്ചറിയാനോ അതിനുവേണ്ടി നിലകൊള്ളാനോ സാധിക്കാത്തവരാണിവർ. നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അത് ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ അവസരങ്ങൾ കൊടുത്താൽ അത് ഉപയോഗിക്കാൻ തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അവർ ശ്രമിക്കും. ഇതാണ് ഇവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സമൂഹത്തിൽ ഇതുപോലുള്ളവരെ നാം കണ്ടുമുട്ടുമ്പോൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ, അവർക്ക് നേരെ ഒരു ഹായ് പറയാൻ, അവരോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ സാധിച്ചാൽ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അതായിരിക്കും. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യവും ഇതുതന്നെയാണ്. കാരണം ഡിമാൻഡിങ് കപ്പാസിറ്റി ഇല്ലാത്ത ലോകത്തെ ഏക ഗണം ഇവർ മാത്രമാണ്. ദിവ്യകാരുണ്യ മിഷണറി സഭ അഥവാ MCVS സഭയ്ക്ക് വ്യത്യസ്തങ്ങളായ പ്രേക്ഷിത മേഖലകൾ ലോകമെമ്പാടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്
ഭിന്നശേഷി മേഖലയിലുള്ള സഭയുടെ ശ്രദ്ധയും കരുതലും. വർഷങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രയിലെ സത്താറയിൽ ആരംഭിച്ച ആശാഭവൻ, പിന്നീട് ആരംഭിച്ച ആശാഗ്രാം, അതോടൊപ്പം തന്നെ കേരളത്തിൽ ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച സംപ്രീതി ഭവൻ, ഏറ്റവും അവസാനമായി തൊടുപുഴയടുത്ത് വാഴക്കുളത്ത് ആരംഭിച്ച സംപ്രിയ എന്നീ ഭവനങ്ങൾ ഇതിന് മകുട ഉദാഹരണങ്ങളാണ്. അതോടൊപ്പം ടാൻസാനിയ മിഷനിൽ MCVS സഭ ആരംഭിച്ചിരിക്കുന്ന സെന്റ് ബെർണാഡ് ഭവനും ഇതിന് ഒരു മകുട ഉദാഹരണമാണ്. ദിവികാരുണ്യ മിഷണറി സഭ ബൗദ്ധിക ഭിന്നശേഷി മേഖലയിൽ വളരെ കരുതലും ശ്രദ്ധയും കാണിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതുപോലുള്ള നിരവധി ഭവനങ്ങൾ തുടർന്നും ആരംഭിക്കുവാൻ സഭയുടെ അധികാരികൾ ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഈ ഒരു കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ശുശ്രൂഷ മേഖല തന്നെയാണ്. നിരവധി വ്യക്തികൾ ഇവിടെയുള്ള മാലാഖമാരെ സന്ദർശിക്കുവാൻ, ഇവരോടൊത്ത് സമയം ചെലവഴിക്കുവാൻ, ഇവരോട് തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അറിയിക്കുവാൻ ഇവിടെ കടന്നു വരാറുണ്ട്. മറ്റുള്ളവരുടെ സാന്നിധ്യമാണ് സംപ്രീതിയിലെ മാലാഖമാരുടെ സന്തോഷം എന്ന് പറയുന്നത്. സംപ്രീതിയിലുള്ള എല്ലാവരും 30% താഴെ മാത്രം ബൗദ്ധിക വളർച്ചയുള്ളവരാണെങ്കിലും ഒത്തിരിയേറെ മൂല്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന വ്യക്തികളാണ്. മാനുഷിക മൂല്യങ്ങളുടെ ഒരു പാഠശാലയാണ് സംപ്രീതി എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നതായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിൽ, ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ 100% ശ്രദ്ധ പുലർത്തുന്നവരാണിവർ. മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നറിഞ്ഞാൽ തങ്ങളെക്കാൾ കുറവുള്ളവർ തങ്ങളോടൊപ്പം ഉള്ളപ്പോൾ അവരെ കൂടുതൽ കരുതലും ശ്രദ്ധയും കൊടുത്ത് അവരെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നവരാണ് ഈ സംപ്രീതിയിലെ മാലാഖമാർ എല്ലാവരും. മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കുവാനും സമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കുവാനും തങ്ങളെക്കാൾ കുറവുള്ളവരെ കൂടുതൽ സഹായിക്കുവാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിയുവാനും ഏറെ ശ്രദ്ധിക്കുന്നവരാണ് ഈ സംപ്രീതിയിലെ മാലാഖമാർ എല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് മാനുഷിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പാഠശാലയായി പലപ്പോഴും സംപ്രീതിയെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളിവിടെ 2 വൈദികരാണുള്ളത്. എൻ്റെ പേര് ഫാദർ ടിജോ മുണ്ടുനടയ്ക്കൽ, അതോടൊപ്പം ഫാദർ ജോബിൻ കരിപ്പാശ്ശേരിൽ, അതോടൊപ്പം മറ്റൊരു റീജൻ്റ് ബ്രദറും ഇവിടെയുണ്ട്, ബ്രദർ ജോയൽ ഒറ്റത്തങ്ങൽ. അതോടൊപ്പം 6 സ്റ്റാഫ് അംഗങ്ങളാണ് സംപ്രീതിയെ എപ്പോഴും സുസ്ഥിരമായിട്ട് സന്തോഷത്തോടെ മുൻപോട്ട് പോകാൻ സഹായിക്കുന്നവർ. അവരുടെ നിതാന്തമായ സമർപ്പണവും അധ്വാനവും സംപ്രീതിയോടും ഇവിടെയുള്ള ഓരോ വ്യക്തിയോടും അവർ കാണിക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ സമർപ്പണവുമാണ് ഈ സംപ്രീതിയെ, ഇവിടുത്തെ മാലാഖമാരെ എന്നും സന്തോഷത്തോടെ ആയിരിക്കാൻ, മനോഹരമായിട്ട് അവരുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ എന്നും സഹായിക്കുന്നത്. എൻ്റെ ഏറ്റവും എളിയവരിൽ ഒരുവനെ നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ക്രിസ്തുവചനമാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിൻ്റെ ബലമെന്ന് പറയുക. ഇതുപോലുള്ള ഒരു കുഞ്ഞിനെ നാം കണ്ടുമുട്ടുമ്പോൾ, നമ്മുടെ ഭവനങ്ങളിലോ സമൂഹത്തിലോ ഇതുപോലുള്ള വ്യക്തി ഉണ്ട് എന്നറിയുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം പ്രസിദ്ധ ഫ്രഞ്ച് തത്വചിന്തകനായ ആൽബർട്ട് ക്യാമസ് പറയുന്ന ഒരു ഉദ്ധരണിയിൽ വ്യക്തമാണ്. അതിപ്രകാരമാണ്: നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കരുത്, എനിക്ക് നിങ്ങളെ നയിക്കാൻ സാധിക്കില്ല. നിങ്ങൾ എൻ്റെ മുൻപിൽ നടക്കരുത്, എനിക്ക് നിങ്ങളെ അനുധാവനം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എൻ്റെ കൂടെ നടക്കുക, എൻ്റെ കൂട്ടുകാരനാവുക. പ്രിയമുള്ളവരെ, ഇതുപോലുള്ള ഓരോ വ്യക്തിയും നമ്മളോട് പറയുന്നത് ഇതാണ്: അവരോട് ചേർന്ന് നടക്കുക, അവരുടെ കൂട്ടുകാരനാവുക, കൂട്ടുകാരിയാവുക, അവരുടെ മാതാവും പിതാവും സഹോദരനും സഹോദരിയുമാവുക.